പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 51ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് വൈക്കത്ത് വെച്ചൂരിൽ നിന്നുള്ള വിപിൻ എന്ന ഒരു മകന്റെ സാക്ഷ്യമാണ്. എൻ്റെ പേര് വിപിൻ വർഗീസ്, സ്ഥലം വെച്ചൂർ വൈക്കം, ഇടവക ഇടയാഴം സെൻറ് ജോസഫ് ചർച്ചാണ്. ഈ യുവാവിൻ്റെ സാക്ഷ്യം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറയാറുള്ളത് പോലെ ഈ മകനെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യമുണ്ട്, വെളിപാടുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഈ മകൻ്റെ സാക്ഷ്യം ഒരു യുവാവാണ്. മകൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഈ മകൻ്റെ ഉടമ്പടി യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്നല്ല. കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് സ്വന്തമായിട്ട് മരിയൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി മുന്നേറുന്ന ഈ ഒരു മകൻ ഒരു ദിവസം പ്രാർത്ഥനയിലൂടെ ഒരു ബ്രദറിനെ പരിചയപ്പെട്ടു. ആ ബ്രദറിൽ പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് പറഞ്ഞു, ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മാതാവ് ഒരു കുട ചൂടി സഹോദരൻ്റെ കൂട്ടത്തിൽ നിൽപ്പുണ്ട്, അങ്ങനെയാണ് എനിക്ക് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഒക്കെ ചെല്ലാറുണ്ട്, അതിനങ്ങനെ കൃത്യതയൊന്നുമില്ല, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ ബ്രദർ സഹോദരൻ പറയും, നീ ആ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകണം. ഇതാണ് ഈ മകന് ഫസ്റ്റ് കിട്ടുന്ന ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ അനുഭവം. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന ഈശോയുടെ വചനത്തിൻ്റെ ആ ഒരു പ്രസക്തി ഉൾക്കൊള്ളുന്ന ഒരു ദൈവിക ഇടപെടൽ. തുടർന്ന് സംഭവിക്കുന്ന പ്രകാരമാണ്. ഈ മകൻ്റെ ഇങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ മകൻ്റെ ടാർഗറ്റ് അതുമല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഒന്നും അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ തീർത്തും നിലംപരിശായ ഒരവസ്ഥയിൽ ഈ മകൻ വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയ ക്യാപ്ഷൻ എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി ഉടനടി അനുഭവം. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടനടി അത്ഭുതം പ്രതീക്ഷിച്ചാണ് ഈ മകൻ ഈ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, എനിക്ക് ഉടനടി അത്ഭുതമല്ല കിട്ടിയത്, ഒരു വചനമാണ് ദൈവം എന്നെ പഠിപ്പിച്ചു തന്നത്. അത് 1 പത്രോസ് 5:10 തിരുവചനമാണ്. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഈ ഒരു വചനമാണ് ഈ മകന് കിട്ടിയത്. അതായത് 1 പത്രോസ് 5:10 തിരുവചനം. അതായത് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളുടെ അല്പകാലത്തെ നിങ്ങളുടെ ഈ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് തിരുവചനത്തിലൂടെ ആ മകന് ദൈവം നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് ഈ സഹനത്തിലൂടെ വചനത്തിലൂടെ പറയുന്നത് നിന്നെ പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വചനമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ അല്പകാലത്തെ അതുമല്ലെങ്കിൽ നീണ്ട കാലത്തെ സഹനത്തിലൂടെ ദൈവം അർത്ഥമാക്കുന്നത് എന്താണ്? സഹനത്തിലൂടെ നമ്മളെ പൂർണ്ണരാക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ സ്ഥിരീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ മകൻ്റെ സാക്ഷ്യം നിങ്ങൾ ഈ എപ്പിസോഡിന് താഴെ ടാഗ് ചെയ്ത് നിങ്ങൾ മുഴുവൻ കേൾക്കണം. ഒരു സാധാരണ ഈ മകൻ തന്നെ പറയുന്ന പ്രകാരമാണ്. അതായത് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയല്ല, വല്ലപ്പോഴും കുർബാനയ്ക്ക് പോകുന്ന, ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കുന്ന ഒരു നിലയിൽ നിന്ന് ഈ സഹന സാഹചര്യങ്ങളിലൂടെ ഈ മകനെ പൂർണ്ണനാക്കി അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന
2 ആഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിക്കുന്ന, കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകനായി ഈ ദൈവപിതാവ് ഈ മകനെ രൂപാന്തരപ്പെടുത്തി എന്ന് സാക്ഷ്യത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആരംഭിച്ച ഈ മകൻ്റെ സഹനം 3 കൊല്ലമാണ് നീണ്ടു നിൽക്കുന്നത്. ഈ മകൻ പറയുന്നത് പ്രകാരമാണ്, ഏകദേശം 3 വർഷത്തോളം ഞാൻ ശ്രമിച്ച കാര്യം വെറും ഒരു 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ എനിക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അത് വളരെ പെട്ടെന്ന് ഒരു സാധാരണഗതിയിൽ കാണുന്ന ഒട്ടുമിക്ക ഇൻ്റർവ്യൂവിൻ്റെ കടമ്പകളൊന്നുമില്ലാതെ തന്നെ അത് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിച്ചു. ഇതിൻ്റെ 1-ാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതേപോലെ കുട ചൂടി നിൽക്കുന്ന മാതാവിനെ സഹോദരൻ കാണുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 2-ാമത്തെ ഭാഗം ഇപ്രകാരമാണ്, വചനം കിട്ടുന്നു. 3-ാമത്തെ ഭാഗം, ഈ മകൻ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നപ്പോഴാണ് ഈ മകൻ ആ കാഴ്ച കാണുന്നത്. അതായത് തൻ്റെ സുഹൃത്ത് തന്നെയാണ് അവിടെ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നത്. അപ്പോൾ ഈ മകൻ ഉടമ്പടിയുടെ ഒരു ആപ്തവാക്യം എന്നുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അത് മറന്നുപോയി. ഇവിടെ മെറിറ്റ് ഉണ്ടല്ലോ. ഒത്തിരി സന്തോഷത്തോടെ അവൻ കയറി ചെല്ലും. ഈ വിപിൻ കയറി ചെന്നപ്പോൾ ആ അറിയാവുന്ന സുഹൃത്ത് മൈൻഡ് പോലും ചെയ്തില്ല, ആ ജോലി കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഒരുപാട് നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഈ മകനൊരു പതിവുണ്ട്, വിപിനൊരു പതിവുണ്ട്. അതായത് ഈ കൃപാസനത്തിൽ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കും. ഒരു 6 മണിയൊക്കെ സമയമാകുമ്പോൾ കുർബാനയൊക്കെ കൂടി ഒരു 8 മണിയാവുമ്പോൾ പരിശുദ്ധ അമ്മയോട് സങ്കടമൊക്കെ പറഞ്ഞു പോകും. ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞു പോയ ഒരു ദിവസം മാതാവ് തന്നെ നേരിട്ട് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തരും. അവിടെ നേരത്തെ കണ്ട സുഹൃത്തൊന്നുമില്ല. ഈ മകൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ഉടമ്പടി നിറച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ആ മകന് നല്ലൊരു മാനേജർ പോസ്റ്റിൽ ജോലി കിട്ടി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ മകൻ സാക്ഷ്യം പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഈ മകൻ പറയുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ രോഗിയാകുന്നു. ഇനി ഈ മകന് തന്നെ ഒരു മുഴയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ നേരിട്ട് കിട്ടിയ സാക്ഷ്യ ദൈവാനുഭവങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രകാരമാണ്, അതായത് നിത്യമഹത്വത്തിൽ നിന്നെ പങ്കുചേരാൻ, നിന്നെ പങ്കുകാരനാക്കാൻ ദൈവം നിന്നെ വിളിക്കുന്ന ആ ഒരു വിളിയുണ്ട്. അത് പല വ്യക്തികളിലൂടെയാകാം, ഒരുപക്ഷെ കൃപാസനം പത്രത്തിലൂടെയാകാം, അതുപോലെ യൂട്യൂബ് ലിങ്കിലൂടെയാകാം, മറ്റൊരാളുടെ ഒരു വാമൊഴിയൂടെയാകാം, അതുമല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം നിന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു. ആ വിളി നീ ഒരിക്കലും നിരസിക്കരുത്. ഈ മകൻ്റെ ആദ്യത്തെ പോസിറ്റീവ് പോയിന്റ് അതാണ്. പ്രാർത്ഥിക്കുന്ന സഹോദരൻ പറഞ്ഞ പ്രകാരമാണ്, കൃപാസനത്തിൽ വരാത്ത ഈ മകനോട് പറഞ്ഞു, മാതാവ് കുടചൂടി നിന്നെ അനുഗമിക്കുന്നുണ്ട്. അതെ, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചങ്കിൽ കൊണ്ട് ചൊല്ലിയ നാൾ മുതൽ പരിശുദ്ധ അമ്മ ഈ മകനെ അനുധാവനം ചെയ്യാൻ ആരംഭിച്ചു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സാക്ഷ്യം കൂടിയാണ് ഈ വിപിൻ്റെ വലിയ ദൈവാനുഭവം. ഈ മകനോട് ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇപ്രകാരമാണ്, അതെ, നിന്റെ ജീവിതത്തിലെ ഈ സഹനങ്ങളെല്ലാം അത് നിന്നെ പൂർണ്ണനാക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ കൂടുതൽ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അതുവഴി കൂടുതൽ നിന്നെ ശക്തനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വചനം ഈ മകനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് വിശുദ്ധ പത്രോസ്ലിഹായുടെ തന്നെ മറ്റൊരു വചനമാണ്. നമ്മളൊക്കെ ഈ കൃപാസനത്തിലോട്ട് കടന്നു വന്ന വിശ്വാസം ഇല്ലാതെയും ഉണ്ടായിട്ടുമൊക്കെ കടന്നു വരുന്ന വ്യക്തികളുണ്ട്. പക്ഷേ വൺസ് നിങ്ങൾ ഇതിനകത്ത് കാല് കുത്തിയാൽ, അതുമല്ലെങ്കിൽ മരിയൻ ഉടമ്പടിയും എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഒരു യാത്ര തുടങ്ങിയാൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ദൈവിക നിലപാടുണ്ട്. ഇവനെ പോലെ നിങ്ങൾക്കും ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കും. അതിന് വിശുദ്ധ പത്രോസ്ലിഹ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കുറേ സൂത്രവാക്യങ്ങളുണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 പത്രോസ് 1:4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ വചനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എങ്ങനെ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്
തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവിക സ്വഭാവത്തിൽ ഈ മകന് ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുത്തതുപോലെ പൂർണ്ണനാക്കി സ്ഥിരീകരിക്കാൻ പങ്കുകാരാകുന്നതിന് ദൈവം നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഉടമ്പടി വഴി എങ്ങനെ പ്രാപിക്കാമെന്നാണ് വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങളെ സഹായിക്കും. അതായത് വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞു തരുന്ന ഒരു പോംവഴിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സമ്പൂർണ്ണ സ്നേഹത്തിലേക്ക്, വാഗ്ദാനങ്ങളുടെ പൂർണ്ണതയിലേക്ക് പ്രാപിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ശക്തരാകണമെന്ന് 1 പത്രോസ് 5:10 കണ്ടു. എങ്ങനെയാണ് ശക്തരാകുന്നത്? അതുമല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങൾ, ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കും. അപ്പം ഈ ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിക്കും, ഇതെങ്ങനെയാണ് ഇതിങ്ങനെ വളരണത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പം ഈ മകൻ്റെ സാക്ഷ്യം തന്നെ നിങ്ങളെടുത്താൽ മതി. ഈ മകൻ പറയുന്നുണ്ട്, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന് പറയാൻ ഈ മകനെ പറ്റത്തില്ല. കാരണം വല്ലപ്പോഴും കുർബാന കൂടിയിരുന്നൊരു മകനാണ്, ആണ്ടിലൊരിക്കൽ കുമ്പസാരിച്ചിരുന്നൊരു മകനാണ്. ആ മകനെയാണ് ശക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വഴി നടത്തി സാക്ഷ്യപീഠത്തിൽ ഈ സമയം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ മകൻ പറയുന്നുണ്ട്, ഉടമ്പടി ജീവിതം ആരംഭിച്ചൊരു സമയം എനിക്ക് ഈ പ്രാർത്ഥനയുടെ സീരിയസ്നെസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം വെളുപ്പിന് 2:30 എൻ്റെ കാലിൽ വന്ന് ഒരാളിങ്ങനെ ശക്തമായി അടിക്കുകയാണ്. ഈ മകൻ എണീറ്റിട്ട് അവിടെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലും വിളിച്ചതാണെന്ന് ഓർത്ത് വേറെ പ്രത്യേകിച്ച് ഒരു ചിന്തയൊന്നും തോന്നിയില്ല. വീണ്ടും അടി കിട്ടിയപ്പോൾ കുറച്ച് നേരം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. വീണ്ടും മകൻ പറയുന്നുണ്ട്, 5:30 മണിയായപ്പോൾ വീണ്ടും എൻ്റെ കാലിൽ വന്ന് അടിച്ചു തന്നു. അപ്പോൾ ഈ വിശ്വാസത്തെ സുകൃതം കൊണ്ടും ഈ അങ്ങനെ വന്ന് ഈ ഭക്തി എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് ഇവിടെ. അത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥിക്കാനുള്ള സമയം, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം, അത് ദൈവത്തിന് തന്നെ കൊടുക്കണം. അത് വളർന്നാണ് അത് സഹോദര സ്നേഹത്തിലേക്ക്, ഉപവി പ്രവർത്തനങ്ങളിലേക്കൊക്കെ വളരുന്നത്. അതായത് ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ഐക്യപ്പെട്ടുകൊണ്ടാണ്, ആ ഒരു ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങേണ്ടത്. അത് ഈ മകൻ പറയുന്നുണ്ട്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അതായത് അത് പൂർണ്ണമായിട്ട് പ്രയോജനം കിട്ടുന്ന മേഖലകളിലാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കൃപാസനത്തിൻ്റെ പത്രം വഴി അല്ലാതെയും എല്ലാം ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഒക്കെ ഞാൻ ശ്രമിച്ചത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും, അതായത് ഈശോയുടെ ഈ രക്തം, വിലയേറിയ രക്തം എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ രക്തത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ഈശോ നേടിയെടുത്ത ആ രക്ഷ എല്ലാവർക്കും കിട്ടണം എന്നൊരാഗ്രഹത്തോടു കൂടിയിട്ട് ദൈവസ്നേഹത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രത്യേകമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ ഫലങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഈ മകനെ തക്ക സമയത്താണ് ദൈവപിതാവ് ഒരു മെറിറ്റും നോക്കാതെ ഈ മകൻ ഉയർന്ന പോസ്റ്റിലേക്ക് ദൈവപിതാവ് ഉയർത്തുന്നത്. അതിന് വീണ്ടും ഞാൻ ആ വചനം ഒന്നുകൂടി വായിക്കുകയാണ്. 2 പത്രോസ് 1-4 മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും
സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 1 പത്രോസ് 5:10, അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ സമ്പൂർണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. അപ്പം എങ്ങനെയാണ് ഈ സമ്പൂർണരാക്കുന്നതും സ്ഥിരീകരിക്കുന്നതും ശക്തരാക്കുന്നതെന്നാണ് വിശുദ്ധ പത്രോസിലെ തന്നെ 2-ാമത്തെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് ഈ ഒരു വിഷയം. ഞാനൊരു പുറത്ത് സ്ഥലം പറയുന്നില്ല, ഒരു ജോലി ചെയ്യുന്ന ഒരു മകള്, ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ ഈ മകള് എന്നോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞതാണ്, മകൾക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വന്നു. അങ്ങനെയാണ് കൃപാസനത്തോട്ട് കടന്നു വരുന്നത്. അപ്പോൾ എന്നെ ഈ ആൾക്കാരുടെ സൈഡിൽ വെച്ച് കണ്ടപ്പോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഈ പൈസ ഇങ്ങനെ വന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ബ്രാൻഡുകൾ ഞാൻ മാറി മാറി ഉപയോഗിച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അത്രയും ക്യാഷാണ് കയ്യിലുള്ളത്. അപ്പം ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും ക്ലോത്തിങ്സിൻ്റെ, അപ്പാരൽസിൻ്റെ ഒക്കെ ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിച്ചു. ഈ മകള് എന്നോട് പറഞ്ഞു ഒരു വാക്കാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഈ സമ്പത്ത് ഇങ്ങനെ ആസ്വദിക്കണം, അത് എനിക്ക് വേണ്ടി ആസ്വദിച്ച് തീർക്കാനുള്ളതാണെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു എന്ന്. അതായത് അങ്ങനെ ആണ് ഈ മകള് ഇങ്ങനെ അപ്പാരൽസിൻ്റെയും ഇതിൻ്റെയൊക്കെ ബ്രാൻഡുകൾ മാറി മാറി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ മകൾക്ക് എവിടെയോ നല്ല കാലത്ത് കർത്താവിലൊരു ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മകളുടെ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കാരണം ഒരു കൃപാസനത്തിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ മകൾക്ക് സൗഖ്യം കിട്ടുമോ? കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്ന പോലെ അത് ലൈഫ് ടൈം മെഡിസിൻ കഴിക്കേണ്ട അസുഖമാണ്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വലിയ കാര്യങ്ങൾ, അത് അസാധ്യമെന്ന് നമ്മൾ എഴുതിത്തള്ളി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ പ്രത്യക്ഷമായിക്കൊണ്ട്. അവിടെ തീർച്ചയായിട്ടും മകൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനൊക്കെ ഈ കുഞ്ഞു മകളായിട്ട് വന്ന്, തീരെ ചെറിയ ഒരു ടോഡ്ലറാണ്, വലിയ മകളൊന്നുമല്ല, ചെറിയ കൊച്ചാണ്. അപ്പോൾ വന്നു, ആ മകൾക്ക് സമ്പൂർണ്ണ സൗഖ്യം കിട്ടി. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പല വ്യക്തികളുമൊക്കെ അവരുടെ അനുഗ്രഹം താമസിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ സഹോദര സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കിട്ടുന്ന സ്വത്തുക്കൾ ഇതെല്ലാം സ്വന്തമായിട്ട് ആസ്വദിച്ച് തീർക്കാനുള്ളതാണെന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ ഈശോ പറയാം, ഞാൻ രോഗിയായിരുന്നു. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ചെറിയവനെ എൻ്റെ നാമത്തിൽ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ ഈശോയുടെ നാമത്തെ പ്രതി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് കൃപാവര പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു നിക്ഷേപം നിങ്ങൾ കരുതി വെക്കുകയാണ്. അത് നിങ്ങൾക്കൊരു ആസ്തിയായിട്ട് മാറും ജീവിതത്തിൻ്റെ പല ദുരന്താവസ്ഥകളിൽ. അപ്പോൾ ഈ മകൾക്ക് ദൈവപിതാവ് അങ്ങനെയാണ് ഈ ഒരു ഓപ്പണിംഗ് കൃപാസനത്തിലോട്ട് കൊടുക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഒരു സഹന സാഹചര്യങ്ങളിൽ കൃപാസനത്തെ പറ്റി അറിഞ്ഞു, ഇവിടെ വന്നു, ആ മകളുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മാറിയെന്ന് ആൾത്താരിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് പോയത്. എന്നിട്ട് ഈ മകൾ പറയുന്നുണ്ട്, ജോൺ പോൾ 2 മാർപ്പാപ്പ സ്വപ്നത്തിൽ വന്ന് ഈ മകളുടെ അടുത്ത് പറഞ്ഞു, ഇനി ഈ മകൾക്ക് മെഡിസിൻ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ തിരിച്ചു പറയുകയാണ്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണ് എന്നെ ഈ കൊച്ചിൻ്റെ തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയതുകൊണ്ട് അച്ഛൻ തന്നെ പറയണം. അങ്ങനെ ഈ മകൾ വീണ്ടും വിദേശത്ത് നിന്ന് കൃപാസന ആൾത്താരെയും വന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മെസ്സേജ് എടുത്തു കൊടുത്തു. ഡോക്ടേഴ്സ് ഒരിക്കലും അവർ റിസ്ക് എടുക്കില്ലല്ലോ, അവർ പറഞ്ഞത് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നോളാനാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ആൾത്താരയിൽ നിന്ന് മെസ്സേജ് എടുത്തു കൊടുത്തു, ഇനി ഈ മകളുടെ ബ്ലഡിലെല്ലാം നോർമൽ വാല്യൂ ആയി, ഇനി ഈ മകൾ മെഡിസിൻ തുടരേണ്ടതില്ല. ആൾത്താരയിൽ നിന്ന് ഈശോ സന്ദേശം കൈമാറി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകള് എൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥന വിഷയമായിട്ട് വന്നപ്പോൾ ഞാൻ ആ മകളുമായിട്ട് സംസാരിച്ചു. ആ മകളുടെ ജീവിതത്തിൻ്റെ തടസ്സം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതാണ്, സഹോദരങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഈ മകൾക്കില്ല. അവരൊക്കെ ഒരുപാട് തകർച്ചകളിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ മകള് പ്രാർത്ഥിക്കുന്നതെല്ലാം മരിയൻ ഉടമ്പടിയിൽ പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം സെറ്റാകണമേ മാതാവേ, ഇതാണ് ഒറ്റ പ്രാർത്ഥനയാണ്. അതായത് കൂടെയുള്ള കൂടപ്പിറപ്പുകളെ പോലും ഓർക്കാതെയാണ് ഈ മകള് സ്വന്തം വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കൃപയ്ക്ക് തടസ്സമാകും. നമ്മുടെ പരിചയമുള്ള, നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരെയും അവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളാക്കി മാറ്റി പ്രാർത്ഥിക്കണം.
എന്നാൽ മാത്രമേ ഉള്ളൂ ദൈവ പൈതലാണ് എന്ന് നീ എൻ്റെ സ്വന്തം മകളാണ് എന്ന് ദൈവത്തിന് തോന്നുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ സമ്പൂർണമായിട്ട് നമ്മൾ ഈ ക്രിസ്തുവിൽ വളർന്നുകൊണ്ട് വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. സമ്പത്തുകൾ കൂടുമ്പോൾ ഒരിക്കലും അത് ആസ്വദിച്ച് തീർക്കാനുള്ള, അത് പങ്കുവയ്ക്കാനുള്ളതാണ്. അതാണ് ഈ മകള് ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിൽ ഈ ആൾത്താരയിൽ പങ്കുവെച്ചൊരു സാക്ഷ്യമാണ്. അതായത് സമ്പത്ത് കൂടുമ്പോൾ ഒരിക്കലും അത് ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിച്ച് ബോഡിക്ക് ആസ്വദിച്ച് തീർക്കാനുള്ളതല്ല, അത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത്. അതാണ് ഈ മകനോട് ദൈവപിതാവ് പറഞ്ഞതും 1 പത്രോസ് 5:10 തിരുവചനം. നമ്മുടെ ജീവിതത്തിലുള്ള അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ പൂർണ്ണരാക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി കൂടുതൽ ശക്തരായി നമ്മൾ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോയെ, ഈ എപ്പിസോഡിലൂടെ ലിവിങ് ഒറക്കിൾസിൻ്റെ 51ാമത്തെ എപ്പിസോഡിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ വളരേണ്ടത്, ഞങ്ങളുടെ മനോഭാവങ്ങൾ മാറ്റേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം സഹനങ്ങളാക്കി മാറ്റി അപരനു വേണ്ടി നന്മ ചെയ്യുവാൻ, അപരനു വേണ്ടി ഇല്ലാതായി തീരുവാനുള്ളൊരു വിളി കൂടിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത്. ഈശോ, നീ ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ പഠിപ്പിച്ചു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, മരിയൻ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും പിന്നാലെ നീ തന്നെ ചെന്നുകൊണ്ട് അവരുടെ കുറവുകളൊക്കെ നീ അവരെ പഠിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുവഴി അവരുടെ സഹനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരെ സമ്പൂർണരാക്കി ഈശോയെ നിത്യതയോളം പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അവരെ കൈപിടിച്ചുകൊണ്ട് ശക്തരാക്കി നീ കൂടെ നിർത്തി വിജയത്തിലെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ ഈ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.